കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ കടയിൽ തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. 2.5 മാസം മുമ്പ് കാണാതായ കൊയിലാണ്ടി സ്വദേശിയുടേതാണ് ഈ മൃതദേഹമെന്നാണ് നിഗമനം. അസ്ഥികൂടത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച പ്രവർത്തനരഹിതമായ ഒരു സിം കാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവുണ്ടാക്കിയത്. ഷഹദ് റഹ്മാൻ ചേരുന്നു വീണ്ടും കോഴിക്കോട് നിന്ന്. ഷഹദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ഇതിൻ്റെ വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു കടയിൽ നിന്ന് തലയോട്ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങളും ഈ സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് ഈ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കട കുറച്ചു കാലം മുൻപ് ഒഴിഞ്ഞതായിരുന്നു. അവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഈ തലയോട്ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് ഇന്നലെ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്, അത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തിയപ്പോഴാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് സമീപത്ത് നിന്നും ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ഫോണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ സിം പ്രവർത്തനരഹിതമായിരുന്നു. തുടർന്ന് ഈ സിം വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കൊയിലാണ്ടി സ്വദേശിയുടേതാണ് ഈ മൃതദേഹം എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കൊയിലാണ്ടി സ്വദേശിയുടെ കുടുംബം ഇതിനു മുൻപ് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഴുതി നൽകിയതല്ല, മറിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ തങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ കാണാനില്ല എന്നുള്ള കാര്യം. കാരണം ഇത് ഫോറൻസിക് പരിശോധനയും മറ്റ് അനുബന്ധ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് സംബന്ധിച്ച ഒരു അന്തിമ സ്ഥിരീകരണം വരികയുള്ളൂ. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തു വിടാത്തത്. കാരണം ഈ പരിശോധന ഫലം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ മൃതദേഹത്തിന്റെ സമീപത്ത് നിന്നും സിറിഞ്ചുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് ലഹരിക്ക് അടിമയായിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ്. അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും തുടർന്ന് അവിടെ ബോധരഹിതനായി കിടക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ല, ഏതെങ്കിലും തരത്തിൽ കൊലപാതക സാധ്യത ഈ വിഷയത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുള്ള കടകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒഴിഞ്ഞിട്ട് ഏകദേശം കുറച്ചധികം കാലമായി. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്ന് മറ്റ് വിശദാംശങ്ങൾ, അതായത് CCTV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശേഖരിക്കുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഇത് ആരുടേതാണ് ഈ തലയോട്ടി എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ്. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. 3 ആറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ തുടങ്ങാൻ യൂസഫ് അലി ഗുജറാത്ത് സർക്കാരുമായി കരാർ ഒപ്പുവെച്ചു എന്ന് വാർത്ത കേൾക്കുന്നല്ലോ. അതിലും അവിടെ വലിയ പ്രശ്നമാണെന്ന് ആണല്ലോ ഇവിടെ ആളുകൾ പറഞ്ഞു നടക്കുന്നത്. ഗുജറാത്തിൽ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഗുജറാത്തിൽ പോയപ്പോഴൊക്കെ അവിടെ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ MA യൂസഫ് അലി അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മാളുകൾ അദ്ദേഹം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഹൈദരാബാദ് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹം ഈ മാളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ അത് ഏറ്റവും വലിയ മാളാണോ ഇന്ത്യയിലേതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അതിനി നമുക്ക് അന്വേഷിക്കണം.